ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന ഫാമിലി എന്ന് പറയുന്നത് ഒന്ന് അക്ബറിൻ്റെ ഫാമിലിയാണ്, മറ്റൊന്ന് സാബുമാൻ്റെയും ആദില നൂറ എന്നിവരുടെ ഫാമിലികളാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. ഇന്ന് അക്ബറിൻ്റെ ഫാമിലി വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള പല രംഗങ്ങളും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന സാബുമാൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വന്ന സമയത്ത് കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്ക് എന്നുള്ളൊരു അഡ്വൈസ് മാത്രമാണ് സാബുമാൻ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. കാരണം മറ്റൊന്നുമല്ല, ഈ സാബ്മാൻ ബിഗ് ബോസ് ഹൗസിൽ വെറുതെ ഇരുന്നിട്ട് പോലും ഒരുപാട് സപ്പോർട്ടേഴ്സിനെയും ഒരുപാട് ജനങ്ങളുടെ സ്നേഹവും പിടിച്ചു വാങ്ങിയ ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുകയാണെങ്കിൽ ഭയങ്കരമായ ഒരു ഇമ്പാക്റ്റ് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാബുമാന് സാധിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കണം എന്നുള്ളൊരു രീതിയിൽ മാത്രമാണ് അമ്മയും അച്ഛനും സാബുമാൻ്റെ അടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ അക്ബറിൻ്റെ ഭാര്യയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. ഈ പറയുന്ന നമ്മുടെ ആദില നൂറ, ഇവർക്ക് വേണ്ടി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് നമ്മുടെ പഴയ 2 പെൺപുലികളാണ്, മറ്റാരുമല്ല. സീസൺ 4 ഒരു വലിയൊരു പെൺപുലിയായിട്ടുള്ള നമ്മുടെ ജാസ്മിൻ എം മൂസയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. അതുപോലെ തന്നെ സീസൺ 1 ദിയാസനയും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുമാണ് ആദില നൂറ എന്നിവരുടെ ഫാമിലി മെമ്പറായിട്ട് വന്നത്. ഫാമിലി എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ആണ് ഇവർ രണ്ടുപേരും. അപ്പോൾ അവരാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ഫാമിലി ആയിരുന്നു നമ്മുടെ ആദില നൂറ. എന്ന് വെച്ചാൽ ബിഗ് ബോസ് കുറേ ശ്രമിച്ചിട്ടുണ്ടാവും ഇവരുടെ രണ്ടുപേരുടെയും വീട്ടിൽ ആരെങ്കിലും ഒരാളെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരാനായിട്ട്. എന്ന് വെച്ചാൽ ഇവരുടെ ആരുടെയെങ്കിലും ഒരാളുടെ അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെയോ ആരുടെയെങ്കിലും കൊണ്ടുവരാനായിട്ട് ഒരുപാട് ബിഗ് ബോസ് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അത് അത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ടാവില്ല. കാരണം തെറ്റ് പറയാൻ സാധിക്കില്ല. കാരണം ഈ പറയുന്ന സൊസൈറ്റി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ പിന്തള്ളിക്കൊണ്ട് അതിനപ്പുറം ചിന്തിക്കാനായിട്ട് താല്പര്യമില്ലാത്തവരാണ് പലരും. ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ താല്പര്യപ്പെടില്ല അവരൊന്നിനും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അതിനെപ്പറ്റി അധികം സംസാരിക്കേണ്ട. ഈ പറയുന്ന ആദില നൂറ എന്നിവരെ ബന്ധപ്പെട്ടുകൊണ്ട് ജാസ്മിൻ എം മൂസയും ദിയാസനയുമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായ കാര്യങ്ങൾ. ഇന്ന് ഇപ്പോൾ ഫാമിലി ടാസ്ക് ആയതുകൊണ്ട് തന്നെ വലിയ കാര്യങ്ങളൊന്നും, വലിയ ഫൈറ്റോ അല്ലെങ്കിൽ വലിയൊരു വാക്ക് തർക്കങ്ങളോ ഒന്നും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവാത്തൊരു വീക്കാണല്ലോ ഫാമിലി വീക്ക്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വലിയ രീതിയിലുള്ള ഫൈറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്